അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള നദത്തുൽ മുജാഹിദീൻ കേരളക്കരയിൽ 100 വർഷമായി നവോത്ഥാന വീതിയിൽ വിശ്രമമില്ലാതെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 2016 തുല്യതയില്ലാത്ത വിധം വേറിട്ട് നിന്നിരുന്ന രണ്ട് മനസ്സുകൾ ഒന്നിക്കുകയും ഒന്നിച്ച് പ്രബോധന രംഗത്ത് സജീവമായി മുന്നേറുകയും ചെയ്തപ്പോൾ കേരളക്കരയിലെ തൗഹീദ് ഉൾക്കൊണ്ട തൗഹീദിലേക്ക് ആകർഷിക്കപ്പെട്ട മുഴുവൻ സമൂഹവും അതിനെ ഇരു കൈകൾ നീട്ടി സ്വീകരിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നവോത്ഥാന രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിച്ച മഹത് വ്യക്തികളെ ഈ സമയത്ത് ഓർക്കാതെ പോകുന്നത് തെറ്റാണ്. മക്തിത്തങ്ങൾ തുടങ്ങി വക്കം മൗലവി തുടങ്ങിവെച്ച നവോത്ഥാന രംഗം പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഉമർ മൗലവി തെക്കൻ മേഖലകളിൽ ഓടി നടന്നുകൊണ്ട് തൻ്റെ ജീവിതകാലം മുഴുവൻ വിശ്രമമില്ലാതെ, ആരോഗ്യം നോക്കാതെ, തൻ്റെ കുടുംബത്തെ പോലും ഗൗനിക്കാതെ ആദർശ പ്രചരണ രംഗത്ത്, പ്രബോധന രംഗത്ത് സജീവമായി നിന്നുകൊണ്ട് തെക്കൻ മേഖലയെ പുഷ്ടിപ്പിക്കുകയായിരുന്നു. പിന്നീട് വന്ന വ്യക്തികളെല്ലാം അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ടാണ് കേരളത്തിലെ ബഹുജനത്തോട് സംസാരിച്ചത്. അവർ തുടങ്ങിവെച്ച ആ പ്രബോധന രംഗം സജീവമാക്കുന്നതിൽ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞവർ പോലും കണ്ണികളായി നിലകൊണ്ടു. അതിൻ്റെ മഹത്തായ വിജയമാണ് അവർ ഒരുക്കി തന്ന മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ ആസ്വദിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രബോധന രംഗം ശാന്തമാണ്. പ്രവർത്തിക്കുവാൻ മേഖലകളുണ്ട്, പ്രവർത്തിക്കുവാനുള്ള ആളുകളുമുണ്ട്, സൗകര്യങ്ങളുമുണ്ട്. ഇതെല്ലാം ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ കേരളത്തിലെ മലയാളികളെ, മുസ്ലിം സമൂഹത്തെ തങ്ങളുടെ കഷ്ടപ്പാടുകൾ മറന്നുകൊണ്ട് തൗഹീദിലേക്ക് വിളിക്കുന്നതിൽ അവർ കാണിച്ച ശുഷ്കാന്തി പിന്നീട് ഏറ്റെടുത്തവർ വളരെ ഭംഗിയായി നിർവഹിച്ചതിൻ്റെ ഗുണഫലമാണ് ഇന്ന് ഞാനും നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. തൗഹീദിന്റെ മാധുര്യം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യന്റെ നാനാമുഖങ്ങളിലുള്ള പ്രശ്നങ്ങളും സമൂഹം ഏറ്റെടുത്തു. അതിൽ എന്നും മുജാഹിദ് പ്രസ്ഥാനം മുന്നിൽ നിന്നുകൊണ്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് തെക്കൻ മേഖലകളിൽ തുല്യതയില്ലാത്ത വിധം നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് പ്രകൃതി ദുരന്തം സംഭവിക്കുകയുണ്ടായി. ആ സമയത്ത് ജാതി നോക്കാതെ, മതം നോക്കാതെ, നിറം നോക്കാതെ ദുരന്ത നിവാരണ രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുകയും മുന്നിൽ നടക്കുകയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത് ഈ മഹാപ്രസ്ഥാനം മാതൃക കാണിക്കുകയുണ്ടായി. ആ പ്രദേശങ്ങളിലെല്ലാം വളരെ ഭംഗിയായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുവാനും അത് ഐക്യത്തോടുകൂടി മുന്നോട്ട് നയിക്കുവാനും കഴിഞ്ഞു. പ്രത്യേകിച്ച് ആലപ്പുഴ ഭാഗങ്ങളിൽ ദുരിതാശ്വാസ സാധനങ്ങൾ എത്തിക്കുമ്പോൾ അവരുടെ മനസ്സുകളിൽ കാണിച്ച ആ സൗഹൃദമുണ്ടല്ലോ, അത് മനുഷ്യത്വത്തിൻ്റെ നന്മയുടെ പ്രതീകങ്ങളായിരുന്നു. ഞങ്ങളുടെ അടുക്കിലേക്ക് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇങ്ങനെയൊരു സംഘടനയെക്കുറിച്ച്, ഇങ്ങനെയൊരു ആളുകളെക്കുറിച്ച് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല
എന്നവരുടെ വാക്കുകൾ സമൂഹത്തിൽ ഇന്നും പ്രകമ്പനം കൊള്ളിക്കുന്നതാണ്. അതിന് നേതൃത്വം നൽകുകയും അതൊരു പരിധിവരെ പരിഹരിക്കുകയും ചെയ്തതിനു ശേഷം ഇസ്ലാഹി പ്രസ്ഥാനം പ്രബോധന രംഗത്ത് വീണ്ടും സജീവമായിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്നതോടൊപ്പം അതില്ലാതെ അവൻ്റെ ജീവിതം പരാജയമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് നടത്താനുള്ളത്. അവിടെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇടമില്ല. അതിൻ്റെ വിളംബരം നമുക്കിന്ന് ഈ സമ്മേളന നഗരിയിൽ കേൾക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇസ്ലാഹി പ്രസ്ഥാനം ചരിത്രത്തിൽ ഇടം നേടിയ സംഭവങ്ങളെല്ലാം അതിൻ്റെ മുന്നോട്ട് വെച്ച നയങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അത് ഏത് മേഖലകളിലും കാണാവുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യ രംഗത്താണെങ്കിലും സാംസ്കാരിക രംഗത്താണെങ്കിലും ഇസ്ലാഹി പ്രസ്ഥാനം കാണിച്ചു കൊടുത്ത വഴിയിലൂടെയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം മുന്നോട്ട് പോയിട്ടുള്ളത്. ഐക്യപ്പെട്ടതിന് ശേഷം കൂടുതൽ സജീവമായി നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രംഗത്ത് ഇനിയും നമുക്കൊരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു തുടക്കമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ കുറിക്കപ്പെടുന്നത്. ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികതയിലേക്ക് ഞാൻ കടക്കട്ടെ. ഇവിടെ ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്നത് KNM-ന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ മടവൂർ അവർകളാണ്. നമ്മുടെ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് KNM-ന്റെ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി അവർകളാണ്. ഈ സമ്മേളനത്തോട് ആദ്യമായി സംസാരിക്കുന്നത്, ആമുഖ ഭാഷണം നടത്തുന്നത് KNM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ഉണ്ണിൻകുട്ടി മൗലവി അവർകളാണ്. പിന്നീട് നമ്മളോട് സംസാരിക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിശിഷ്ടാതിഥികൾ KPCC വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരൻ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ P രാജീവ്, UDF കൺവീനർ ബെന്നി ബെഹനാൻ, എറണാകുളം MP KV തോമസ്, MLA VK ഇബ്രാഹിം കുഞ്ഞ്, T അഹമ്മദ് കബീർ, KJ മാക്സി, ശ്രീ P രാജു, CPI ജില്ലാ സെക്രട്ടറി തുടങ്ങിയവരാണ്. നമുക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആഷിം സാഹിബ്, ഹുസൈൻ സാഹിബ്, ഷെരീഫ് മേലേതിൽ, ജംഷീർ ഫാറൂഖി, സൈഫുദ്ദീൻ സലാഹി, ജലീൽ മാമാങ്കര തുടങ്ങിയവർ സംസാരിക്കുന്നു. നമ്മളോട് വിവിധ വിഷയങ്ങൾ ആസ്പദമാക്കി പ്രമുഖ പണ്ഡിതന്മാർ സംസാരിക്കുന്നു. ഇവർക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയും അതുപോലെ തന്നെ ഈ വേദിയിൽ നമ്മളോടൊപ്പം ഈ പരിപാടികൾ വീക്ഷിക്കുന്നതിന് വേണ്ടി വന്ന നാട്ടുകാരെയും നമ്മുടെ സംഘടനാ പ്രവർത്തകരെയും സ്വാഗതം ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഔപചാരികമായ അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ ഹുസൈൻ മടവൂർ അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ നമ്മുടെ KNM-ന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ മൗലവി TP അബ്ദുള്ള കോയ മദനി അവർകളെ ക്ഷണിക്കുന്നു.